ഓട്ടിസം ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കൊച്ചിനൊന്നും മനസ്സിലാകുകയെന്നുള്ള ഒരു ചിന്തയിലോട്ടാണ് എല്ലാവരും പോയിട്ട് ഞാൻ കാണുന്നത്. കൊച്ചിന് പറ്റത്തില്ല, കൊച്ചിന്റെ ബിഹേവിയർ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. പേരന്റ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ നല്ലൊരു പരിധി വരെ അവരെ ജീവിക്കാനായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അമ്മമാര് നല്ല പോലെ ട്രെയിൻഡ് ആവണം. അമ്മമാരാണ് കൂട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്ന് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അമ്മമാർക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാം. ADHD കുട്ടികളിൽ അക്കാഡമിക് ഇംപ്രൂവ്മെന്റ്സ് കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടെന്ന്? തീർച്ചയായിട്ടും. അവർക്ക് അറ്റൻഷൻ കുറവാണല്ലോ. അറ്റൻഷൻ ഇല്ലാത്തതാണല്ലോ അവരുടെ പ്രശ്നം. ADHD എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ്നെസ്സും കൂടെ വരും. അപ്പൊ എന്തൊക്കെ കാണിക്കാവോ അതൊക്കെ കാണിക്കും. പിന്നെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും സാധനങ്ങളൊക്കെ നഷ്ടപ്പെടും. അവർക്ക് ശ്രദ്ധ തീരെ നിൽക്കാത്തത് കൊണ്ട് അതിന് നമ്മൾ പ്രത്യേക പാറ്റേണിൽ വേണം അവരെ നോക്കാനായിട്ട്. അവർ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിൻ്റെ ലിസ്റ്റ് എടുത്ത് വെക്കുക, എന്നിട്ട് ആ ലിസ്റ്റ് പ്രകാരം സാധനങ്ങളുണ്ടോ എന്ന് അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക. അത് എല്ലാ ദിവസവും നിരന്തരം നമ്മൾ ചെയ്താലേ അവർക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടത്തുള്ളൂ. അല്ലെ ഇവരിപ്പോൾ ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നിടയിൽ അവരുടെ കണ്ണ് ഇതുവഴിയെല്ലാം ഓടിക്കൊണ്ടേയിരിക്കും. ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും അവർ കയറി തലയിടും. അവിടെ എത്താൻ വേണ്ടിയുള്ള വ്യഗ്രതയായിരിക്കും അവർ. നമ്മൾ ഈവൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ 10-40 പിള്ളേരിരിക്കുന്നെന്ന് ക്ലാസ്സിൽ ഇരിക്കുന്നെന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ശരിയോ തെറ്റോ എന്നതെങ്കിലും അവർ കേട്ട ഒരു വാക്കിന്റെ തുമ്പൊക്കെ വെച്ച് ചിലപ്പോൾ അവർ ആൻസർ വിളിച്ചു പോകും. ചില കുട്ടികളുണ്ട് ഭയങ്കര കാണാതെ പഠിക്കാൻ കഴിവുള്ള പിള്ളേരുണ്ട്. വീട്ടുകാര് കാണാതെ പഠിപ്പിക്കും. അപ്പൊ അവരത് ചാടിക്കേറി ചോദിക്കുന്ന ഉടനെ ചാടിക്കേറി പഠിക്കും. പക്ഷെ അവർക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസും ഉണ്ട് അതിൻ്റെ കൂടെ. ഈ ഓട്ടിസം കുട്ടികളിൽ ഇമോഷണൽ റെഗുലേഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അത് ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആണ്. അതാണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. ഓട്ടിസം ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കൊച്ചിനൊന്നും മനസ്സിലാകുകയെന്നുള്ള ഒരു ചിന്തയിലോട്ടാണ് എല്ലാവരും പോയിട്ട് ഞാൻ കാണുന്നത്. കൊച്ചിന് പറ്റത്തില്ല, കൊച്ചിൻ്റെ റുട്ടീൻ കറക്റ്റ് ചെയ്യത്തില്ല, കൊച്ചിൻ്റെ ബിഹേവിയർ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് കുഞ്ഞിലേ തന്നെ എന്തായാലും ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പം കുട്ടിക്ക് പ്രശ്നമാണെന്ന് അറിയുന്നതാണ്. ഈ 2.5 വയസ്സാകുമ്പോൾ ഈ അവയർനെസ് ഇല്ല കുട്ടിയിൽ. ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണമെന്ന് അതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ടോട്ടലി ആ ഒരു ഫാമിലി അപ്സെറ്റായി പോവുകയായിരുന്നു. അപ്പം ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കുന്ന ഉടനെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെയാണ് കാണുന്നത്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കും. അതെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യത്തെപ്പറ്റി ആർക്കും അറിയത്തില്ല. അപ്പം തീരെ ചെറുതിലെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ മനസ്സിലാകുന്നത് തീരെ ചെറുതിലെ പേരൻ്റ് ഇതിനെക്കുറിച്ച് ബോധപൂർവമായുള്ള ഒരു അവയർനെസ്സോടെയാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അസംഷൻസ് അല്ല, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നല്ലൊരു പരിധി വരെ അവരെ ജീവിക്കാനായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ അടുത്ത് വരുന്ന പിള്ളേരാണേലും 12 വയസ്സ് എല്ലായിടത്തും പോയിട്ട് ലാസ്റ്റ് വരുന്ന പിള്ളേരുണ്ട്. 12 വയസ്സിൽ 10 വയസ്സിൽ അപ്പോഴേക്കും ബാക്കിയുള്ള ട്രെയിനിങ്ങുകളൊക്കെ നോക്കിയിട്ട് വിഫലമായിട്ടുള്ള അവസ്ഥകളിലാണ് വരുന്നത്. അപ്പം പിന്നെ ഒരു 2 വർഷം എടുത്ത് അവരെ റീസെറ്റ് ചെയ്ത് കഴിയുമ്പം അവർ തന്നെത്താനെ പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിട്ട് കൂട്ടത്തിൽ നിൽക്കണം. പേരൻ്റ് നിൽക്കണം, ട്രെയിനർ നിൽക്കണം. അപ്പം ഈ പിള്ളേരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇപ്പം യഥാർത്ഥത്തിലുള്ള ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. നമ്മൾ ഈ തിരക്കിനിടയിലും നമ്മുടെ ആങ്സൈറ്റിയുടെ ഇടയിലും ഇത് നമ്മൾ വിട്ടുപോകും. ഒബ്സർവേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പം നമ്മൾ ആദ്യമേ തന്നെ അറിയും കുട്ടിക്ക് ഐ കോണ്ടാക്റ്റ് ഇല്ല. ഐ കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ കുട്ടിയെ നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുട്ടിയെ നിൽക്കുന്നിടത്തുനിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ കുട്ടി ഇങ്ങോട്ട് വരുന്നില്ല. കുട്ടി വിളി കേൾക്കുന്നില്ല. കുട്ടി വിളി കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മളോട് നമ്മൾ ചെയ്യുന്നത് പോലെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല. വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടി വായോ എന്ന് പറഞ്ഞാൽ ഈ ഓടി വരുന്നത് എങ്ങനെയാണെന്ന് കുട്ടിക്ക് അറിയത്തില്ല. അപ്പം ഈ ലാംഗ്വേജിലല്ലേ പ്രശ്നം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലല്ലേ പ്രശ്നം. അപ്പം ബിഹേവിയർ റെഡി ആവണമെങ്കിൽ
ഈ കുഞ്ഞിൻ്റെ ഇമോഷൻസ് റെഡിയാണെങ്കിൽ ആദ്യം ഈ ഇമോഷൻ എങ്ങനെയാണ് വേണ്ടത് കുഞ്ഞിനെ അറിയത്തില്ല. അപ്പോൾ കുഞ്ഞിനെ ഇമോഷൻസ് എങ്ങനെയാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം നമ്മുടെ ലാംഗ്വേജ് അല്ലേ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളുടെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യം എന്താ ഓരോന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് റിയൽ ലൈഫിലാണ് കാണിച്ചു കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത് പേരൻറ്റിനെ നമ്മൾ പഠിപ്പിക്കും. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് പിള്ളേർക്ക് ഇത് പഠിക്കാൻ ഏറ്റവും നല്ലത്. അതായത് അവരുടെ വീട്ടിൽ അവരുടെ ഫെമിലിയർ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് അവരെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സിസ്റ്റം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും പേരൻറ്റിന്. ആ സിസ്റ്റം അനുസരിച്ച് അവർ ചെയ്ത് കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഇല്ലെങ്കിലും അവർ ചുറ്റുപാടിലുള്ള എല്ലാം പെരിഫറൽ വിഷൻ അവർക്ക് നല്ല പോലെയാണ്. അവരിതെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ രീതിയിലല്ല കാണുന്നതെന്ന് മാത്രം. റെസ്പോൺസ് തിരിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല. അപ്പം മിണ്ടാത്ത കൊച്ചും ഓരോ കാര്യങ്ങളോട് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി കിടന്ന് പിള്ളേരെ ധൃതി പിടിപ്പിക്കാറ്. അത് ഞാനങ്ങനെ ചിന്തിക്കാനുള്ള കാര്യം, ഒരു കുഞ്ഞുണ്ടാകുന്ന ഉടനെ കുഞ്ഞ് സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ആ കൊച്ചു സംസാരിക്കാൻ? മനുഷ്യജീവികൾക്ക് മാത്രമല്ലേ അങ്ങനെ ഒരു അവസ്ഥയുള്ളൂ. ബാക്കി ജീവികളെല്ലാം ഉണ്ടാകുന്ന ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് അതിന് ഭക്ഷണം എവിടെയാണോ കിട്ടുന്നത് ആ ഭക്ഷണം കിട്ടുന്നിടത്തോട്ട് അതിന് മുഖം തിരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്, എഴുന്നേറ്റ് പോകാൻ പറ്റുന്നുണ്ട്, തപ്പിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൊച്ചു അവിടെ കിടക്കുന്നിടത്ത് കിടക്കല്ലേ ഉള്ളൂ, നമ്മൾ ചെന്നിട്ട് വേണം എടുക്കാൻ. എത്ര കാലം ഇല്ലേ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ 18 വയസ്സ് എടുക്കും നമ്മുടെ പിള്ളേർ. അപ്പം അത്രയും കാലം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് നോർമൽ ചൈൽഡിനെ. അപ്പം പിന്നെ ഇവരുടെ കാര്യം ഇവർക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പം ഈ 2 കൊച്ചിനെയും രണ്ടായിട്ട് കാണുന്നിടത്തല്ലേ പ്രശ്നം. 2 കൊച്ചിനെയും കൊച്ചായിട്ട് കാണുന്നിടത്ത്, കുട്ടിയായിട്ട് കാണുന്നിടത്ത് പ്രശ്നങ്ങൾ കുറയുക ചെയ്യുന്നു. നമുക്ക് ശരിക്കും സംഭവിക്കുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടിയുടെ പ്രശ്നത്തിലാണ്, കുട്ടിയിലല്ല. കുട്ടിക്കൊരു പ്രശ്നമുണ്ട്, കുട്ടിയിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ രണ്ടും രണ്ടാണ്. എൻ്റെ കൊച്ചിന് പ്രശ്നമാണ് എന്ന് പറയുന്നതും എൻ്റെ കൊച്ചിലൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. കുട്ടിയെ കുട്ടിയായിട്ടും പ്രശ്നത്തെ പ്രശ്നമായിട്ടും കാണുക. അപ്പം ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവമുണ്ട്. അത് കണക്റ്റ് ആവാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കണം. കുഞ്ഞിങ്ങോട്ട് വരുന്നില്ല, കുഞ്ഞിനെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കൊച്ചിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. എത്രയോ വലിയ അറിവുകളുടെ കലവറയായിട്ടുള്ള ബ്രെയിനാണ് നമ്മൾക്കുള്ളത്. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രെയിനാണ് ഉള്ളത്. അതിനകത്ത് എവിടെയോ കുറച്ച് കണക്ഷൻസ് പാകപ്പിഴകൾ വന്നുപോയി, ബാക്കി എന്തായാലും അവിടെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ അത് പരിശീലിപ്പിക്കുകയാണെങ്കിൽ പരിശീലിപ്പിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും, ചില കുട്ടികൾക്ക് അത്രയും പഠിക്കാൻ പറ്റത്തില്ല. സാധാരണ പിള്ളേരുടെ ഇടയിലുണ്ട്, നമ്മുടെ ഇടയിലും ഇല്ലേ. പഠിച്ച് ഹയർ പൊസിഷനിലോട്ട് വന്നവർ ഒരേ വീട്ടിൽ തന്നെ ഇല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ എന്തിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ആ പ്രശ്നമുള്ള പിള്ളേരെ, പഠിക്കാത്തവരെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ. ബുദ്ധിയില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ തരംതിരിക്കാറുണ്ട്. പക്ഷെ അവർ ജീവിക്കുന്നുണ്ടല്ലോ, ചെറിയ ജോലികൾ ചെയ്തിട്ട് അവർ ജീവിക്കുന്നുണ്ടല്ലോ. അതുമല്ല, വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവർ എത്രയോ വലിയ ബിസിനസ്സുകാരുണ്ട്. അതെല്ലാം നമ്മൾ താരതമ്യത്തിന് ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ടതല്ലേ. ഇവരുടെ കാര്യത്തിൽ മാത്രം അവർക്ക് പ്രശ്നമുള്ളതുകൊണ്ട് പ്രശ്നത്തോട് ചേർത്ത് വെച്ച് അവരെ കാണുന്നതിനോട് എനിക്ക് ഇച്ചിരി യോജിപ്പ് കുറവുണ്ട്. ഞാൻ ഒരിക്കലും അവരെ അങ്ങനെ കാണാറില്ല, രണ്ടായിട്ടേ കാണാറുള്ളൂ. ഈ പ്രായമുള്ള കുട്ടി, നമ്മളെ അടുത്ത് 7 വയസ്സിൽ 8 വയസ്സിലൊരു കുട്ടി വരിക, ധാരാളം തെറപ്പികളും ട്രെയിനിങ്ങുകളും കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. ട്രീറ്റ്മെൻറ്റുകൾ, എന്ത് ട്രീറ്റ്മെൻറ്റുകളാണ് എടുക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം സഹിക്കുന്ന ആരാണ്? കുട്ടിയാണ് സഹിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ഫ്രീ ആയിട്ടുള്ളൊരു അന്തരീക്ഷമില്ല. ഫ്രീ ആയിട്ട് നടക്കാവുന്ന ഒറ്റയ്ക്കുള്ള ട്രെയിനിങ്ങുകളാണുള്ളത്. അവർക്കൊരു ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടില്ല. ഗ്രൂപ്പിലെല്ലാവരും കൂടെ സാധാരണ പിള്ളേരെ പോലെ ജീവിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. അപ്പം അതിനെല്ലാം നമ്മൾ സ്പെഷ്യൽ എന്ന് ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർ സ്പെഷ്യലായിട്ട് നിൽക്കുകയാണ്.
ശരിക്കും പറഞ്ഞാൽ അവരുടെ കുഴപ്പമാണോ? അല്ല. അവർക്ക് സ്ട്രെസ് ഇല്ലേ? അവർക്ക് സ്ട്രെസ് ഉണ്ട്. നമ്മൾ ചെടിക്ക് സ്ട്രെസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, മൃഗങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ കുട്ടിക്ക് സ്ട്രെസ് ഇല്ലേ? ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടി ബഹളം വെക്കുന്നത്, കുട്ടിയുടെ ടാൻട്രംസ് എല്ലാം അതുകൊണ്ടാണ്, മെൽഡൗൺസ് അതുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇതിനെ പരിഹരിക്കാൻ നമ്മൾ പുറമേ നിന്നുള്ള ഒരു സാധനം കൊണ്ടൊന്നല്ല ചെയ്യണ്ടേ, കുഞ്ഞിന്റെ ഉള്ളിലല്ലേ ഇത് വർക്ക് ചെയ്യണ്ടേ, കുഞ്ഞിനൊരു ഷുവേർട്ടി അല്ലേ കിട്ടണ്ടേ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ഫാമിലിയാണ് ചെയ്തു കൊടുക്കണ്ടേ. അമ്മമാര് നല്ല പോലെ ട്രെയിൻഡ് ആവണം. അമ്മമാരാണ് കൂട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്ന് അവരെ സറൗണ്ടിങ്സിനെ പഠിപ്പിച്ച്, അതിനെല്ലാം സിസ്റ്റം ഉണ്ട്. നമ്മൾ ആ സിസ്റ്റം ഉപയോഗിച്ചാണ്. ഇപ്പം ഞാൻ ഓൺലൈനിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 3 വീക്കായവർ വരെ പറയുന്നത് എന്ത് മാറ്റമാണ് എൻ്റെ മാം എന്നാണ് പറയുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അമ്മമാർക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാം. അവരുടെ ബിഹേവിയറാണ് ഇപ്പം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബിഹേവിയറിൽ നിന്ന് അവർ പുറത്ത് വരുന്നത് അവർ നമ്മളെ കാണിച്ചു തരികയാണ്. ഒത്തിരി സന്തോഷമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതെനിക്ക് പുതിയൊരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക്, ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ക്ലോസ് ചെയ്യുമ്പോഴും അവർ ചോദിക്കും ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം എല്ലാവർക്കും പറയാനുള്ളത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ളൊരു മാർഗനിർദ്ദേശം കിട്ടേണ്ടത് ഈ അമ്മമാർക്കാണ്. ഒരു എംപവർമെന്റ് കിട്ടേണ്ടത് ഈ അമ്മമാർക്കാണ്. അതുകൊണ്ട് നമ്മൾ പേരൻസ് എംപവർമെന്റ് ട്രെയിനിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പേരൻസിന് അവരെ എംപവർ ചെയ്യാനായിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ട്രെയിനിങ്ങുകളുണ്ട്. ആ ട്രെയിനിങ്ങിൽ അവർക്ക് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈനായിട്ട് നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കും. അപ്പോൾ അവർ കുഞ്ഞുങ്ങളെ അവർക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ ഓരോ ദിവസവും അത്ഭുതങ്ങളാണ് കാണുന്നത്. ഇന്നലെ രാത്രിയിൽ ഞാൻ ട്രെയിനിങ് ഓൺലൈനിൽ ദൂരെയുള്ള ആൾക്കാർക്ക് ഓൺലൈൻ കോഴ്സസ് എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ പെട്ടെന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരുടനെ വേറെ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാമിനോട് പറയണം, ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ പ്രെയർ കംപ്ലീറ്റ്, സിവിയർ ഓട്ടിസ്റ്റിക് ചൈൽഡാണ്, നല്ല സുന്ദരമായിട്ട് ക്ലാരിറ്റിയോടെ കംപ്ലീറ്റ് പ്രെയറും ചൊല്ലി. ഇന്നലെ അവർക്ക് അത്ഭുതങ്ങളുടെ ദിവസമായിരുന്നു. ഇപ്പം 3-ാമത്തെ വർഷമാണ്. അയാൾ 12 വയസ്സിലാണ്, ഇപ്പം 15 വയസ്സാണ്. ഞാൻ ദോശ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ആദ്യത്തെ സംഭവമാണ് ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് കുട്ടി വന്ന് പറയുന്നത്. എല്ലാം ഇന്നലെയാണ് സംഭവിച്ചത്. അപ്പം നിരന്തരം അവരെ ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ സ്പീച്ച് ഇല്ലാഞ്ഞ കുട്ടിയാണ്. അപ്പം നല്ല സുന്ദരമായിട്ട് പ്ലഡ്ജ് പറയും, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അറിയാം, കോംപ്രിഹെൻഷൻ, ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയും. അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പം എങ്ങനെയുണ്ട്, അമ്മച്ചിക്ക് സുഖമാണോ, ആകെപ്പാടെ ഈ കുട്ടിയാണ് അങ്ങനെ ചോദിക്കുന്നത്. വയസ്സായ അമ്മച്ചിമാർക്കൊക്കെ ഇഷ്ടമാണ്, സുഖമാണോ, എല്ലാം ശരിയാവും. ഇതൊന്നും നമ്മളാരും പഠിപ്പിച്ചല്ല. അപ്പൊ ഇതെല്ലാം നേരത്തെ കേട്ട് ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയൊന്നും ആരും പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ ആ പ്രാർത്ഥന അവര് ചൊല്ലുമ്പം ഈ കുട്ടി നിരന്തരം ഇത് കേട്ട് ഇപ്പൊ ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പഠിച്ചു. സ്പീച്ച് ഇല്ലാത്ത കുട്ടി പറയുവാണ് ഇത് കംപ്ലീറ്റ്, മെമ്മറി ഇല്ലാത്ത കുട്ടി കംപ്ലീറ്റ് പറയുവാണ്. മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് അവരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു കുട്ടിയായിട്ട് കാണാനായിട്ട്, ഒരു മനുഷ്യനായിട്ട് കാണാൻ നമുക്ക് പറ്റുന്നില്ല. ആ പ്രശ്നത്തെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇതിന്റെ ഭാരം എല്ലാം കൂടെ വഹിക്കുക. നമുക്ക് ഇത് വന്നല്ലോ, എൻ്റെ കൊച്ചിനിങ്ങനെ സംഭവിച്ചല്ലോ, ആ വ്യാധി കൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ സഹായിക്കാൻ ഈ അമ്മയ്ക്ക് പറ്റത്തില്ല. വേറെ എവിടെയോ ഒന്ന് സഹായം വരുമെന്ന വിചാരം. വേറെ എങ്ങൊന്നുമല്ല സഹായം വരേണ്ടത്, നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മളാണ് ഉറപ്പായിട്ടും പഠിക്കേണ്ടത്.